ഭരണപക്ഷത്തിനെതിരായി ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്ന് ഇന്ത്യ സഖ്യത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായ കൊടിക്കുന്നിൽ സുരേഷ് എം പി. ജയമോ പരാജയമോ അല്ല, പാർലമെന്ററി മര്യാദ പാലിക്കാത്ത ബിജെപിക്കെതിരായ പോരാട്ടമാണ് മത്സരമെന്നും കൊടിക്കുന്നിൽ സുരേഷ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളൂ. നമ്മോടൊപ്പം ഇന്ത്യ സഖ്യത്തിൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായ കൊടിക്കുന്നിൽ സുരേഷ് എം പി ചേരുകയാണ്. സാർ ഇന്നലെ തന്നെ പറഞ്ഞു, ജയമോ പരാജയമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാർലമെൻ്ററി മര്യാദ പാലിക്കാത്ത BJP സർക്കാരിനെതിരായ ഒരു സന്ദേശം കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്നലെ പറഞ്ഞത് തന്നെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. ഞങ്ങൾ പാർലമെൻ്ററി രംഗത്തുള്ള കീഴ്വഴക്കങ്ങൾ നഗ്നമായി ലംഘിക്കുന്ന BJPയുടെ നടപടിക്കെതിരെ ശക്തമായി പ്രതികരിക്കുക എന്നുള്ളതാണ്. അത് ജനാധിപത്യപരമായ ഈ രീതിയിൽ പ്രതികരിക്കുക. ഒരു ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയാൽ പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ അംഗീകരിക്കാതിരിക്കുക, അനുവദിക്കാതിരിക്കുകയും ചെയ്താൽ അത് ഏത് എക്സ്റ്റെൻറ്റിലും ഞങ്ങൾ അതിനെ നേരിടും, അതിനെ പരാജയപ്പെടുത്തും എന്നുള്ള ഒരു സന്ദേശം രാജ്യത്തിനും നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു മത്സരമാണിത്. ഇത് ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിച്ച ഒരു മത്സരമല്ല. കാരണം ഇത്രയും വലിയ ഭൂരിപക്ഷം പ്രതിപക്ഷത്തിന് ഉണ്ടാകുമ്പോൾ പോലും ഡെപ്യൂട്ടി സ്പീക്കർ പോസ്റ്റും അതുപോലെ തന്നെ പ്രോട്ടൈം സ്പീക്കറാകാൻ അർഹതയുള്ള MP-മാർ പ്രതിപക്ഷം ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അതൊന്നും തരാതിരിക്കുക, എന്നിട്ട് അവരുടെ തീരുമാനം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുക, ഇതൊക്കെയാണ് ഈ പാർലമെൻറ്റിലും അവർ ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് പ്രോട്ടൈം സ്പീക്കറിൻ്റെ നിയമനത്തിലും ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട എന്നുള്ളതാണ്. ഒരു മയപ്പെടുത്തലുമില്ലാതെ അതിശക്തമായി പോരാടുക, ഇവരുടെ ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങളെ ചെറുക്കുക എന്നുള്ളതാണ് ഇന്ത്യ സഖ്യം എടുത്തുള്ള തീരുമാനം. ഇതിൽ പ്രധാനമായും രാഹുൽ ഗാന്ധി അടക്കം വ്യക്തമാക്കിയത് പ്രതിപക്ഷത്തിൽ അല്പം പോലും ബഹുമാനമില്ലാത്ത ഒരു പ്രവൃത്തി, പ്രത്യേകിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗൊക്കെ ചർച്ച നടത്തി. പക്ഷേ പിന്നീട് ഡെപ്യൂട്ടി സ്പീക്കർ പദവി സംബന്ധിച്ചൊരു തീരുമാനമായില്ല. എന്താണ് ഇനിയിപ്പോൾ കുറച്ച് സമയമുള്ളിൽ പോലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയാൽ മത്സരത്തിൽ നിന്ന് പിന്മാറുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു അല്ല, രാജ്നാഥ് സിംഗിൻ്റെ ചർച്ചയൊക്കെ വെറും ഐവാഷായിരുന്നു. അതൊക്കെ ഒരു ചടങ്ങിന് വേണ്ടി നടത്തിയ ഒരു ചർച്ച എന്നല്ലാതെ ആത്മാർത്ഥമായ ഒരു ചർച്ചയോ ഇടപെടലോ അല്ല അവരുടെ ഭാഗത്തുണ്ടായത്. അങ്ങനെ ആത്മാർത്ഥമായ ഒരു ചർച്ചയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഒരു മത്സരം ഒഴിവാക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ അവർ എന്താ ചെയ്യേണ്ടത്? പാർലമെൻറ്റിൻ്റെ കീഴ്വഴക്കം അനുസരിച്ച് സ്പീക്കർ പോസ്റ്റിലേക്ക് അവർ സ്ഥാനാർത്ഥിയെ നിർത്തുക, പ്രതിപക്ഷത്തിൻ്റെ സഹായത്തോടു കൂടി ഏകാണ്ടമായി ആ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുക. ഒപ്പം ഡെപ്യൂട്ടി സ്പീക്കർ പോസ്റ്റ് പ്രതിപക്ഷത്തിന് വാഗ്ദാനം ചെയ്യുക, പ്രതിപക്ഷത്തിന് നൽകാനുള്ള തീരുമാനം അറിയിക്കുക. ഇത് ചെയ്യാതെ സ്പീക്കർ സ്ഥാനത്തേക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പിന്താങ്ങണം, ഡെപ്യൂട്ടി സ്പീക്കർ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിപക്ഷത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. പ്രതിപക്ഷത്തിന് എൻ്റെ അവകാശം തരാതിരിക്കുകയും സ്പീക്കർ സ്ഥാനത്തേക്ക് നമ്മളവരെ പിന്തുണയ്ക്കുമെന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ്? ആർക്കും അറിയാമല്ലോ അങ്ങനെ ഒരു നടക്കത്തില്ലെന്ന്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം വരത്തില്ലെന്നറിയാലോ. കാരണം 233 MP-മാർ പ്രതിപക്ഷത്തിനുണ്ട്. ഇത്തരം ശക്തമായൊരു പ്രതിപക്ഷം ഉള്ളപ്പോൾ ആ പ്രതിപക്ഷത്തിൻ്റെ വിശ്വാസത്തിലെടുക്കാൻ അവരുടെ അവസരങ്ങൾ നൽകുക, അവർക്കുള്ള സ്ഥാനങ്ങൾ നൽകുക, അവർക്ക് ലഭിക്കേണ്ട കീഴ്വഴക്കം അനുസരിച്ച് ലഭിക്കേണ്ട പാർലമെൻറ്റിലെ പദവികൾ നൽകുക എന്നുള്ളതാണ്. അത് NDA സഖ്യകക്ഷികൾക്കിടയിൽ എന്തെങ്കിലും വിള്ളൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ തരത്തിൽ എന്തെങ്കിലും? അല്ല, ഒരു വിള്ളലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം TMCക്ക് ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു ചർച്ച അവരുമായിട്ട് നടത്തിയില്ലെന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അതിൻ്റെ സാഹചര്യം എങ്ങനെയാണ് ചർച്ച ചെയ്യാൻ പറ്റാതെ പോയ സാഹചര്യം അവരെ ധരിപ്പിച്ചപ്പോൾ അവർക്കത് മനസ്സിലായി. തീർച്ചയായും അവർ ഇന്ന് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇന്നലെ അവർ വൈകുന്നേരം ചേർന്ന ഫ്ലോർ ലീഡേഴ്സ്, ഇന്ത്യ സഖ്യത്തിൻ്റെ ഫ്ലോർ ലീഡേഴ്സ് മീറ്റിംഗ്, ഇവിടെ JDU TDP അടക്കമുള്ള സഖ്യകക്ഷികളിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾ അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്മൾ അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ സഹകരണം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 10 വർഷത്തിന് ശേഷം ഒരു ഔദ്യോഗികമായൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നു എന്നുള്ളത്, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനങ്ങളുടെ ആഗ്രഹം അനുസരിച്ചും ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ഏറ്റവും വലിയ ആഗ്രഹം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ഈ ഭരണത്തിനെതിരെ പോരാട്ടം നടത്തണം എന്നുള്ളത്. മാത്രമല്ല, അദ്ദേഹം നടത്തി വരുന്ന വർഗീയ ഫാസിസത്തിനെതിരായുള്ള പോരാട്ടം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി ഇരുന്നു കൊണ്ട് നരേന്ദ്രമോദിക്ക് ശക്തമായ
ഒരു പ്രതിരോധം ചേർക്കണമെന്നുള്ള അഭിപ്രായമാണ് ഇന്ത്യ രാജ്യ ജനങ്ങൾക്കുള്ളത്. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി കൂടി പ്രമേയം പാസ്സാക്കിയിരുന്നു. കേരളത്തിൽ KPCCയിൽ തന്നെ പ്രമേയം പാസ്സാക്കിയ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് സ്ഥാനമായിട്ട് ഇന്ത്യ കക്ഷികളുടെ ഭൂരിപക്ഷ അഭിപ്രായം രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷത്തെ നയിക്കണമെന്നുള്ളതാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി വളരെ ഉന്നതമായ ആ ഒരു തീരുമാനമെടുത്തതിൽ ജനാധിപത്യ മതവിശ്വാസി വളരെയധികം ആഹ്ലാദത്തിലാണ്. എന്തായാലും എല്ലാവിധ ആശംസകൾ നൽകുകയാണ്. ക്യാമറമാൻ സഞ്ജയ് കശുവിനൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്.